ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ്. ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണ്. 2025 മാർച്ച് 21 ബ്രൂണോയുടെയും ജൂലിയുടെയും കല്യാണം നടന്നത്. അതായത് ആ ഒരു മീറ്റിംഗ് പർപ്പസ് നടന്നത്. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ബ്രൂണോയുടെയും ജൂലിയുടെയും കുഞ്ഞിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ആദ്യമൊക്കെ ജൂലി ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലായിരുന്നെങ്കിലും അവർ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അതും ഞങ്ങൾ ഇടുക്കിയിൽ നിൽക്കുമ്പോഴാണ് ജൂലി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇടുക്കിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ജൂലിനെ കാണാനായിട്ട് ഇരുന്നതാ. പിന്നെ എൻഗേജ്മെന്റ്, കല്യാണം, അങ്ങനെ ഓരോ തിരക്കായി പോയി. അത് നീണ്ടു പോയി. അവസാനം ഞങ്ങള് ഈ സൺഡേ എന്തായാലും ജൂലിനെ കാണാൻ പോകണം. കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വയറുകാണൽ ചടങ്ങ് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം ജൂലിയുടെ. അപ്പൊ ഞങ്ങള് ജൂലിക്കായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാനായിട്ട് ഇരുന്നപ്പോഴാണ് സാറ്റർഡേ അവിടുത്തെ ആന്റി വിളിച്ച് പറഞ്ഞത് ജൂലിക്ക് കുഞ്ഞുണ്ടായി, ബ്രൂണോ ഒരു അച്ഛനായി എന്ന്. ആദ്യം വാട്സപ്പിൽ ഒരു ഫോട്ടോയാണ് കണ്ടത്. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരാള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഇനി ഒരാൾ കൂടി വരുന്നു എന്നറിയുന്ന ആ ഒരു സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് എത്ര പേർക്ക് കണക്ട് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പെറ്റ് പേരന്റ് ആണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്കും കണക്ട് ആവും. പെട്ടെന്നായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റിയില്ല. എന്നാലും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് തന്നെ ജൂലിയെ കാണാനായിട്ട് ജൂലിയുടെ വീട്ടിലേക്ക് പോവാണ്. ജൂലി ഞങ്ങളെ ആ പരിസരത്തേക്ക് അടുപ്പിക്കോ ഇല്ലയോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഞങ്ങളെ മനസ്സിലാകും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഡോഗ്സ് ഒക്കെ ഡെലിവറി ആയി കഴിയുമ്പോൾ അവരുടെ പേരൻസിനെ പോലും അടുപ്പിക്കാറില്ല. അപ്പൊ എന്തായാലും ദൂരെ നിന്നൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് എന്ന് വിചാരിച്ചാ പോയത്. പിന്നെ അവളെ കെട്ടിയിട്ടിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളെയും കൂടി ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു.